ഹലോ, ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിശ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, അതായത് നിങ്ങളുടെ ലവർ, നിങ്ങളെ എത്രത്തോളം വാല്യൂ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ശ്രീ ആദിശിന്റെ പേഴ്സണൽ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി, അതായത് നമ്മുടെ ലവർ, നമ്മൾ എപ്പോഴും സംസാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും. എല്ലാ സമയവും നമ്മൾ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക. പക്ഷെ അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. നമ്മൾ പല വിഷയവും പല കാര്യവും നമ്മൾ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ എന്താണ് സംസാരിച്ചത് ചോദിക്കുകയാണെങ്കിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ചാറ്റിംഗ് സമയത്ത് നിങ്ങളെ തന്നെ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മറക്കുന്നുണ്ടായിരിക്കില്ല. അവര് എല്ലാ കാര്യങ്ങളും അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, എന്തെങ്കിലും ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ, എന്തെങ്കിലും ഒരു പല ഹെൽപ്സ് നമ്മൾ ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരിക്കില്ല, അവർ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവർക്ക് തന്നെ അത് ഓർമ്മ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും അവർ ഓർമ്മ വയ്ക്കുന്നുണ്ടായിരിക്കും. അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർമ്മിച്ച് വെക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം അവർ മറ്റു യൂട്യൂബിലോ ഒന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കുറച്ചു നേരം നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ചാറ്റിംഗ് ചെയ്ത ഒരു കാര്യവും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിതവും കാര്യങ്ങളെല്ലാം തന്നെ അവർ കുറച്ച് സമയം അവർ ആലോചിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും അവർ മറക്കുന്നുണ്ടായിരിക്കും. എല്ലാ കാര്യവും അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരിക്കും, ഞാൻ അന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അത് ചെയ്ത് തന്നിട്ടില്ലല്ലോ, എനിക്കറിയാം നീ അത് മറന്നു, ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സമയം അത് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞൊരു കാര്യമായിരിക്കാം. അവർ പറയുമ്പോഴായിരിക്കും നിങ്ങളും ഓർക്കുന്നുണ്ടായിരിക്കുക, ഓ ഞാനത് മറന്നു അല്ലേ എന്ന് അപ്പോഴായിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവരൊരിക്കലും നിങ്ങളെ വഴക്ക് പറഞ്ഞ് വിട്ടിട്ട് പോകുന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളെ അത്രയും വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ അത്രയും റെസ്പെക്ട് ചെയ്ത് സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ബിസി ആയിരിക്കുന്ന ഒരു സമയത്ത്, എന്തെങ്കിലും കാര്യത്തിൽ എല്ലാ സമയവും എല്ലാവരും ഫ്രീ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു സമയത്ത് അവർ ബിസി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നൊന്നുണ്ടായിരിക്കില്ല. ദേഷ്യം വളരെ കുറവായിരിക്കും. ഇനി അത്രയും സ്ട്രെസ് ആയിട്ടുള്ള ഒരു സമയമായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. അത് വല്ലപ്പോഴും ആയിരിക്കും. പക്ഷെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നതാണ്, ഇനിയിപ്പോൾ ഇവളോട് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ ഇവനോട് ദേഷ്യപ്പെടാം എന്നായിരിക്കും വിചാരിക്കുക. അത്തരത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വേണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ദേഷ്യം കൺട്രോൾ ചെയ്യായിരിക്കും അല്ലെങ്കിൽ ദേഷ്യം മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സോറി ഇനി ഉണ്ടാവില്ല, അപ്പത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തെ അവരപ്പം തന്നെ തിരുത്തുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് തിരക്കാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ടായിരിക്കും, ഞാൻ കുറച്ച് പ്രോഗ്രാമിലാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളിലായിരിക്കും അല്ലേ ബിസി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ബിസി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ കൂടെ അവർ ആ ഒരു ഫോട്ടോ അവിടുത്തെ അയച്ചു തരുന്നുണ്ടായിരിക്കും. നമുക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, പക്ഷെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ആ ഒരു ട്രസ്റ്റ് എന്നത് അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളോടുള്ള ആ റെസ്പെക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ കൂടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്താണ്, നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്, നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കും. അതേപോലെ തന്നെ ഞാൻ അവളെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഞാൻ അവളോട് ഓവറായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ടോ, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പിന്നീട് ആ ഒരു വഴക്കും കാര്യങ്ങളും അവിടെ കുറയുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നീട് നമ്മൾ ആ ഒരു കാര്യം ഒന്നും മൈൻഡ് ചെയ്യാതെ പിറ്റേ ദിവസം ചെന്ന് നമ്മൾ പിന്നെയും വഴക്കും കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം നമ്മൾ അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു വഴക്കും കാര്യങ്ങളും അവിടെ ഇല്ലാതായ ഒരു സ്നേഹമായിട്ട് അത് മാറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും ആലോചിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കോ കാര്യങ്ങളോ പറയുന്നതിനോ ഉള്ള ചാൻസ് ഒക്കെ വളരെ കമ്മിയായിരിക്കും.
മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ സംബന്ധിച്ച ഒരു മാരേജിലേക്കൊക്കെ എത്തണം, നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻസും സമയവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ടായിരിക്കുക. അതല്ലാതെ ഞാൻ വരുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് നീ എന്നോട് മെസ്സേജ് അയക്കണം, ഞാൻ വിളിച്ചാൽ നീ അപ്പം തന്നെ ഫോൺ എടുക്കണം, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെപ്പോഴാണോ ഫ്രീ ആ ഒരു സമയം നോക്കി അവർ നമുക്ക് മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ടൈം അനുസരിച്ച് അവർ വരാൻ നോക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളെ അത്രയും വാല്യൂ നൽകുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണിത്. അതായത് ഒരു ഡോറ് തട്ടി വിളിക്കുന്നത് പോലെ, നീ അവിടെ ഉണ്ടോ, നീ ഫുഡ് കഴിച്ചോ, ഇത്തരത്തിലൊക്കെ നമ്മൾ ചോദിച്ച് അവർ ഫ്രീ ആണോ എന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുക. അല്ലെങ്കിൽ എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് അവർ പറയും, നീ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കും. ഒന്നും സംസാരിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളിങ്ങനെ ചോദിക്കും നീ ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ച് ഒരിക്കലും ഒരു തട്ടിക്കയറാത്ത രീതിയിൽ അവർ നമ്മളെടുത്ത് സംസാരിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. നാലാമതായിട്ടുള്ള ഒരു കാര്യമാണ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത്. വഴക്കുകളൊക്കെ എല്ലാ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാ വീട്ടിലും വഴക്കും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്കത് ഒരുപാട് മിസ്സിങ് ആയിരിക്കും. പിന്നീട് നിങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് അവർ പെട്ടെന്ന് മിങ്കിളാവുകയും ചെയ്യും. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് എന്താണ്, വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ജാടയൊക്കെ ഇട്ട് അവരോട് ദേഷ്യപ്പെട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഈഗോ അടിച്ച ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവിടെ ക്ലാഷ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ നിങ്ങളൊന്ന് മാറി നിന്നു എന്നുണ്ടെങ്കിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മിങ്കിളാവുകയും ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തും. കാരണം എന്താണ്, അവരവിടെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അവളോട് അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, സോറി എന്നൊക്കെ പറഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ അത്രയും വാല്യൂ നൽകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ ഒരു ചാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ മൈൻഡിൽ ഓർത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള 4 സൈനൊക്കെ അവരിൽ കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.